പത്തനംതിട്ടയിൽ നിരോധനാജ്ഞ ലംഘിച്ച് കോൺഗ്രസിന്റെ സമരം. UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുടെ നേതൃത്വത്തിലാണ് കുത്തിയിരിപ്പ് സമരം. DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ, KPCC ജനറൽ സെക്രട്ടറി പഴകുളം മധു തുടങ്ങിയവർ പങ്കെടുക്കുന്നു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സുജു ടി ബാബു ചേരുന്നു. സുജു, എന്തിനാണ് ഇവരുടെ ഈ സമരം? എന്താണ് ഇവരുടെ ആവശ്യം? സിജു, ഇന്നലെ കഴിഞ്ഞ ദിവസം അതായത് ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ രഹസ്യ സ്വഭാവമുള്ള ലിസ്റ്റ് പുറത്തു വന്ന് കോന്നി നിയോജകമണ്ഡലം പുറത്തു വന്ന് ആരംഭിച്ചുകൊണ്ടാണ് ഇപ്പോൾ UDF സമരം നടത്തുന്നത്. അത്തരത്തിലൊരു വീഴ്ച ഉണ്ടായെന്നുള്ള ഒരു വസ്തുതയാണ്. അതുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. എന്നാൽ ഇന്ന് നമുക്കറിയാം 144 പ്രഖ്യാപിച്ച ഒരു സാഹചര്യമുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിലാണ് 30-ലധികം വരുന്ന UDF പ്രവർത്തകരും MPയും ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ കളക്ടറേറ്റിൽ കുത്തിയിരുന്ന സമരം നടത്തുന്നത്. നമുക്കറിയാം, നിരോധന ആജ്ഞ പ്രഖ്യാപിക്കുമ്പോൾ 4 പേരിലധികം സംഘം കൂടുകയോ ചെയ്യരുത്. അതുപോലെ രാഷ്ട്രീയ പാർട്ടികളുടെ സമരമോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പൊതുയോഗമോ അങ്ങനെ മറ്റും നടത്താൻ പാടില്ലാത്തൊരു സാഹചര്യമുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പത്തനംതിട്ട കളക്ടറേറ്റിന് മുമ്പിൽ നിരവധി കോൺഗ്രസ് പ്രവർത്തകർ അണിനിരന്നുകൊണ്ട് കുത്തിയിരുന്ന സമരം നടത്തുന്നത്. ഇത് തീർച്ചയായിട്ടും നിരോധനാജ്ഞയുടെ ലംഘനമായിട്ട് തന്നെ കണക്കാക്കാവുന്നതാണ്. ഈ വിഷയത്തിൽ ഇനിയും പോലീസ് ഉദ്യോഗസ്ഥരാണ് കൃത്യമായ നടപടി സ്വീകരിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് നമ്മൾ തത്സമയം തന്നെയാണ്. ഇപ്പോഴും ഈ MP ഉൾപ്പെടെയുള്ളവർ കളക്ടറേറ്റിന്റെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുകയാണ്. അതായത് ഒരു വിഷയത്തിൽ അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായെങ്കിൽ അത് ഉദ്യോഗസ്ഥ തലത്തിൽ നടപടിയെടുക്കേണ്ട വിഷയമാണ്. അത് പരാതി കൊടുത്താൽ സ്വാഭാവികമായി നടപടി ഉണ്ടാകേണ്ട ഒരു വിഷയം തന്നെയാണ്, ഗൗരവമുള്ള വിഷയം തന്നെ, അതിൽ യാതൊരു സംശയമില്ല. എന്നാൽ ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നിരോധനാജ്ഞ ലംഘിച്ചുകൊണ്ട് ഈ 30-ലധികം പ്രവർത്തകർ, ഒരുപക്ഷെ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും, നിരവധി പ്രവർത്തകർ നേതൃത്വത്തിൽ സമരം നടത്തുന്നത്. ഈ വിഷയത്തിൽ MPയോട് പ്രതികരണം ആരാഞ്ഞപ്പോൾ കൈരളി ഉൾപ്പെടെയുള്ള മാധ്യമ സംഘവും ഈ കള്ളവോട്ടിന് കൂട്ടുനിൽക്കുവാണ്, അതുകൊണ്ട് ഒറ്റയ്ക്ക് പ്രതികരിക്കാൻ തയ്യാറാകില്ലെന്നാണ് MP പറഞ്ഞത്. അത് ചോദ്യങ്ങളിൽ നിന്ന് ഈ വിഷയത്തിൽ നിന്നും നിരന്തരം അറിയാം പത്തനംതിട്ട MP കൈരളി ചോദിക്കുന്ന പല ചോദ്യങ്ങളിൽ നിന്ന് നിരന്തരം ഒളിച്ചോടുന്നതാണ്. ഇത്തവണയും ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ MP തയ്യാറായിട്ടില്ല. ഇപ്പോൾ നിരോധനാജ്ഞ ലംഘിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു സമര പരിപാടി കളക്ടറേറ്റിന് മുമ്പിൽ നടത്തുന്നത്. കൃത്യമായി അതായത് ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ പരാതിപ്പെട്ട് അതിന്റെ വിഷയത്തിന് മറുപടി ലഭിക്കേണ്ട നടപടി പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നിരോധനാജ്ഞ ലംഘിച്ച് നിലവിലെ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുമ്പിൽ കുത്തിയിരിപ്പ് സമരം നടത്തുകയാണ്. വിവരങ്ങളാണ് സുജു ടി ബാബു നൽകിയത്.